ടി ജി, തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്തേക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ പോയാൽ നടക്കുന്ന കേസല്ല. ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കാനും പോണില്ല. പിന്നെ പിണറായി വിജയന് പ്രാന്താണ്. കപിൽ സിബലിന് 1 കോടി രൂപ കൊടുത്തിട്ട് ജാമ്യം റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞ് വാദിക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സാധ്യമല്ല. അതും ഇതുപോലത്തെ ചീള് കേസ്. നമ്പർ 2, മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥ എന്താ? ഇദ്ദേഹം പോലീസ് വിളിക്കുമ്പോൾ അവിടെ ഹാജരാകുക, ചോദ്യം ചെയ്തിട്ട് അതേ ദിവസം തന്നെ വിട്ടയക്കുക, ലോക്കപ്പിലോ ജയിലിലോ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥ. എന്ത് ഞൊട്ടാൻ പോവാണ് സുരേഷ് ഗോപിയെ? വെറുതെ ഷോ കാണിക്കാനും, ആരെ പ്രീതിപ്പെടുത്താൻ? പരാതിക്കാരിക്ക് നീതി കിട്ടിയില്ല, അതുകൊണ്ട് അവർ സമീപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അവരെന്ത് മുൻകൂർ ജാമ്യം ഇതാണോ? അവർ പോകേണ്ടത് കീഴ്ക്കോടതിയിലാണ്, വിചാരണ ഉടനെ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, ഇയാളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിട്ട് പരാതിക്കാർക്ക് എന്ത് നീതി കിട്ടാനാണ്? പരാതിക്കാരുടെ വിചാരം ചുമ്മാ അങ്ങ് ജയിലിൽ തള്ളണമെന്ന്. നടക്കുന്ന കേസല്ല. ഈ പരാതിക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയ വണ്ണിലെ ദാവൂദ് ഉന്തിത്തള്ളി ഉണ്ടാക്കിയൊരു കേസല്ലേ ഇത്. എൻ്റെ മുമ്പിൽ ആ പരാതിക്കാരിക്ക് ഹാജരായിട്ട് ഞാനിതുമായിട്ട് ഒരു ബന്ധമുള്ള ആളില്ലല്ലോ, എൻ്റെ കണ്ണിൽ നോക്കി അവൾക്കിത് പറയാൻ പറ്റുമോ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന്? എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ആണ്. ഒരു നോൺ ഇഷ്യൂ ക്യാമ്പയിൻ ചെയ്ത് വലുതാക്കി രാത്രി 12:45 ഈ മഹാൻ തന്നെ മീഡിയ വണ്ണിൽ ഈ വാർത്ത കൊടുക്കുന്നത്. സത്യമല്ലേ? അതെ. 12:40 വാർത്ത കൊടുക്കുമ്പോൾ അതുവരെ ഇവർ ലോബിയിങ് നടത്തിക്കൊണ്ടിരുന്നു. എല്ലാവരും വെറുതെ ചീത്ത വിളിക്കുന്ന പ്രമോദ് രാമന്. അയാൾ ആദ്യമേ പറഞ്ഞു ഇതിൽ യാതൊരു കഥയില്ലാന്ന്. ഈ പെൺകുട്ടി പറഞ്ഞു ഇതിൽ കഥയില്ലാന്ന്. പ്രമോദ് രാമൻ ഏകദേശം അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് പ്രമോദ് രാമന് മുക്കേണ്ടി വന്നു. ഈ KUWA നേതാക്കളെല്ലാം കൂടെ ക്യാമ്പയിൻ ചെയ്തിട്ട് അവസാനം ദാവൂദിനോട് പറഞ്ഞ് ദാവൂദ് ഈ പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ടാണ് പെൺകുട്ടിയെ പരാതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, എൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനൊരു സംഭവം നടന്നു, സത്യമാണ് എന്ന് പറയാൻ ആ കുട്ടിക്ക് പറ്റുമോ? ഞാനൊരു തേർഡ് പാർട്ടിയാണല്ലോ. ഐ ചലഞ്ച് ഹർ. ഒരു മനുഷ്യനെ താറടിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇത് വെച്ചാണോ കളിക്കുന്നത്? മഹാമോശം. അല്ല, തൃശ്ശൂരിൽ MLA P. ബാലചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, രാമനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അവന് തൃശ്ശൂർ റൗണ്ടിൽ മുക്കാലിയിൽ കെട്ടി അടിക്കണം ബാലചന്ദ്രനെ. അതിന് തൻ്റെ ഇടം ഹിന്ദു സമാജത്തിന് ആയി വരുന്നുണ്ട്. അത്ര വയലൻ്റ് ആവരുതെന്ന് എനിക്കും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ആ അവസ്ഥയിൽ തള്ളി 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 ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയ ഒരു തമിഴ് സിനിമയുണ്ട്, സാധു മിരണ്ടാൽ എന്ന് പറഞ്ഞു. പരമസാധുവാണ്. പക്ഷേ അവസാനം മിരണ്ടാലുണ്ടല്ലോ, അവനെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഈ അവസ്ഥയിലേക്ക് ഹിന്ദു സമാജത്തെ എത്തിക്കുകയാണ് ഈ അധമന്മാരായ P. ബാലചന്ദ്രനെ പോലെയുള്ളവർ. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ CPI പറയും അത് പാർട്ടി നിലപാടല്ല എന്ന്. ബ്ലഡി വാട്ട് ഈസ് നിങ്ങളുടെ നിലപാട് എന്താണെന്നല്ല അറിയേണ്ടത്, നിങ്ങളുടെ നടപടി എന്താണെന്ന് അറിയണം. ശാസിച്ചു. എന്ത് ശാസിച്ചു? എന്തിനു ശാസിച്ചു? എന്ത് കാര്യം? അത് പറയൂ. അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞിട്ട് വേണം അയാളെ ശാസിക്കാൻ. നയം പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ശാസിക്കാൻ പറ്റുമോ? പാർട്ടിയുടെ നയം എന്താ? രാമൻ പൊറോട്ട തിന്നില്ലെന്നാണോ? പണ്ട് ഒരു സ്കൂളിൽ രാമനും സീതയും തമ്മിൽ പ്രേമമാണെന്ന് മതിലിൽ എഴുതി വെച്ചു. അത് പ്രശ്നമായി, പിള്ളേരെല്ലാം കൂടെ ബഹളമായി. സാറ് ഇവനെ വിളിച്ചിട്ട് എന്താണ് നീ എഴുതി വെച്ചെന്ന് ചോദിച്ചു. സാർ, ഞാൻ തെറ്റിദ്ധരുത്താം, രാമനും സീതയും തമ്മിൽ പ്രേമം ഇല്ല എന്ന് എഴുതി വെച്ചേക്കാം, പോരെ? ഇതുപോലത്തെ തല്ലിപ്പൊളിത്തരമാണ് ഈ CPI കാണിച്ചിരിക്കുന്നത്. ഇത് പാർട്ടി നിലപാടല്ല. പാർട്ടിക്ക് എന്താ നിലപാട്? രാമായണത്തെപ്പറ്റി നിങ്ങളുടെ നിലപാടാണോ? ഒന്ന് നിങ്ങളുടെ വ്യാഖ്യാനം അതാവാം. നിലപാട് എന്ന് വെച്ചാൽ എന്താ? നിലപാടെന്നുള്ള വാക്കും ഒരു ഇതിഹാസവുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? എൻ്റെ നിലപാട് രാവണനെ കൊന്നില്ല എന്നാണ്. എന്ത് കഷ്ടമാണ്! നിങ്ങൾ പറയുക രാമൻ രാവണനെ കൊന്നതായിട്ട് ഞാൻ കാണുന്നില്ല, ഇതിൽ കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് തർക്കം മനസ്സിലാക്കാം. നിലപാട് എന്ന് വെച്ചാൽ എന്താ? ആ വാക്കിന് ഈ മലയാളത്തിൽ തേഞ്ഞ അർത്ഥം നശിച്ചു പോയി രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന വാക്കാണ് നിലപാട്. KM മാണിയുടെ അഴിമതി കേസ് വന്നപ്പോഴും പലരും പറഞ്ഞു KM മാണി അഴിമതി ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എന്ത് നിലപാട്? ഒന്നുകിൽ അഴിമതി ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയണം. ഈ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടിൻ്റെ പ്രസക്തി ഇല്ലല്ലോ. വെൻ യു ആർ കൺഫ്രണ്ടഡ് വിത്ത് ഫാക്ട്, യുവർ സ്റ്റാൻഡ് ഡസൻറ്റ് മാറ്റർ വെദർ ദ ഫാക്ട് ഈസ് റൈറ്റ് ഓർ റോങ്. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ബാലചന്ദ്രൻ എഴുതിയത് തെറ്റാണ്, ഹിസ്റ്റോറിക്കലി തെറ്റാണ്, മതനിന്ദയാണ്, രാമനെ അധിക്ഷേപിക്കലാണ്. അതുകൊണ്ട് ഞങ്ങൾ ബാലചന്ദ്രനെ ശാസിക്കുന്നു.
ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ CPIക്ക്? അത് മാത്രമല്ല ഈ CPIക്കാരിലും ഈ CPM-നെ പോലെ 2 പദവികൾ പറ്റില്ല. ബാലചന്ദ്രൻ മാത്രമാണ് ഒരേ സമയം MLA-യും CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, വേറെ ആരുമില്ല. ആ ഒരു സ്ഥാനം പോലും മാറ്റാൻ 30 പദവി അയാൾ വഹിച്ചാലും നാട്ടുകാർക്കൊന്നുമില്ല, അത് പാർട്ടിക്കുള്ളിലെ കാര്യമാണ്. ഒരു നടപടിയെങ്കിലും എടുക്കണ്ടേ, അത് ഒഴിവാക്കുക? എന്തിനെന്ന്? CPIക്കുള്ളിൽ ഒരാൾ 4 പദവിയോ 8 പദവിയോ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ആകെ ടെമ്പോയിൽ കയറാനുള്ള ആളില്ല. അത് 4 പദവിയോ 8 പദവിയോ അയാൾ വഹിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. നാട്ടുകാർക്ക് എന്താ കാര്യം? സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ ശാസന എന്നുള്ള വെറുതെ ഒരു പ്രകസനത്തിന് പകരം എന്തെങ്കിലും നടപടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ പാർട്ടിക്കുള്ളിലെ അയാളുടെ പ്രശ്നം എനിക്ക് വിഷയമല്ല. അയാൾ എങ്ങനെയെങ്കിലും 4 പദവി 8 പദവി ഇതൊന്നും അല്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ ശരി പാർട്ടി നിലപാടല്ല അയാൾ പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടെന്താ? അതെ അതെ, അത് പറയണ്ടേ? അത് പറയാൻ ധൈര്യമുണ്ടോ അവർക്ക്? ഇല്ല. ഇവർ ബേസിക്കലി ഇവരൊക്കെ ഹിന്ദു വിരുദ്ധരാണ്. CPIയും ഹിന്ദു വിരുദ്ധരാണ്. അതിൻ്റെയാണ് ഈ കാണുന്നത്. അതേസമയം CPIയിൽ അസാമാന്യ പാണ്ഡിത്യമുള്ളവരുമുണ്ട്. മുല്ലക്കര രത്നാകരൻ, മരിച്ചുപോയ ഈ ചന്ദ്രശേഖരൻ നായർ, പന്ന്യൻ രവീന്ദ്രൻ. ചന്ദ്രശേഖരൻ നായർക്ക് ഉപനിഷത്തിലൊക്കെ വലിയ ഉണ്ടായിരുന്നു. അദ്ദേഹം പുസ്തകം എഴുതിക്കൊണ്ടിരുന്നു. അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള അപൂർവം ചിലരുണ്ട്. പക്ഷെ അവർക്ക് ഒരു വിലയുമില്ലാതെ പോയി. വില ഉണ്ടാകുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. തുടക്കത്തിൽ ഇത് നമ്മുടെ ഡാങ്കയുടെ മകൾ റോസയുടെ ഭർത്താവ് ബേനി ദേശ്പാണ്ഡെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അവിഭക്ത CPI. എന്തിനെന്നറിയാമോ? മാർക്സിൻ്റെ തത്വങ്ങൾ ഉപനിഷത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു 3 പാർട്ട് വരുന്ന ലേഖനം ബേനി ദേശ്പാണ്ഡെ എഴുതി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരിൽ ഉപനിഷത്തിലും ഇത് കാണാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയ്ക്കാണ് ഇവർക്ക് ഉപനിഷത്തിലുള്ള പുച്ഛം. അപ്പോൾ രാമായണത്തോടുള്ള പുച്ഛം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അതെ അതെ. അപ്പോൾ ഈ പാരമ്പര്യം വഹിച്ച് വരുന്നവരാണ് ഇവരെല്ലാം. ഇവരാരും ദിവ്യന്മാരല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദേ ഹാവ് ഫുൾ ഓഫ് റിഡിക്യൂൾ ഫോർ രാമായണ ആൻഡ് മഹാഭാരത ആൻഡ് ഓൾ ദീസ് ക്യാരക്ടേഴ്സ്. അതാണ് ഇവരുടെ നിലപാട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുന്നത്. പക്ഷേ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് തൃശ്ശൂരിൽ കുറച്ചൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അതും മറികടക്കാൻ വേണ്ടി വീണ്ടും സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത് സുരേഷ് ഗോപിയുടെ ഇമേജ് ഒന്ന് മോശമാക്കാൻ വേണ്ടിയിട്ട് ഒരു പീഡന കേസിൽ അറസ്റ്റ് ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക്. തൃശ്ശൂർ എന്ത് സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു? ഞാൻ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ വീട്ടിലേക്ക് വരെ കയറിയ ആൾക്കാരാണ് BJPക്കാർ. പി ബാലചന്ദ്രൻ്റെ വീട്ടിൽ നേർക്കൊരു മാർച്ച് നടന്നോ? ഇല്ലല്ലോ. എന്ത് സെറ്റ് ബാക്ക് ഉണ്ടായി എന്നാണ്? യു ക്യാൻ ഇൻസൾട്ട് ഹിന്ദുസ് ആൻഡ് ഗെറ്റ് അവേ വിത്ത് ദാറ്റ് ഈവൻ ടുഡേ ഇൻ കേരള. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടായി വരുന്നേ ഉള്ളൂ. കമ്മിറ്റ്മെൻറ്റുള്ള ഹിന്ദുക്കളും ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഹിന്ദു മരിക്കാൻ ഇപ്പോഴും തയ്യാറാവും. ഏതെങ്കിലും അമ്പലത്തിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ ചെരുപ്പിട്ട് കയറിയാൽ അവനെ തല്ലാൻ ഹിന്ദു കൂടും. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഷർട്ട് ഊരാതെ സുനിലെങ്ങാനും കയറിപ്പോയി എന്ന് വെച്ചോ, സുനിലിനെ തല്ല്, ഇതിന് കൂടും. അതല്ലാതെ സമാജത്തിൻ്റെ പൊതുവായ കാര്യത്തിന് സംഘടിക്കാനുള്ള ഹിന്ദു ഉണ്ടായി വരുന്നേ ഉള്ളൂ. അല്ല, ഈ സംഭവത്തിൻ്റെ പേരിൽ തൃശ്ശൂരിലെ ഹിന്ദുക്കൾക്ക് മുറിവേറ്റിട്ടില്ല എന്നാണോ TG കരുതുന്നത്? മുറിവൊക്കെ ഏറ്റിട്ടുണ്ട്, പക്ഷെ പ്രതികരിച്ചില്ല. പ്രതികരണം പോരാ. പ്രതികരണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും അവസരം നോക്കി. ഇനി അവസരം വരുമ്പോൾ പ്രതികരിക്കാൻ പോകുന്നു. പശു ചത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കാൻ പോകുന്നത്. അല്ല, 2-3 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് അതാണ് ഈ ഹിന്ദുവിൻ്റെ പ്രധാന പ്രശ്നം. നിങ്ങൾക്ക് അപ്പോൾ ബാലചന്ദ്രൻ എഴുതിയതിലുള്ള പ്രതിഷേധമല്ല, അത് വോട്ടാക്കി മാറ്റണം എന്നുള്ള വാശിയാണ്. ഇതെല്ലാവർക്കും മനസ്സിലാവും ഇല്ലേ? നിങ്ങൾ സമയത്ത് മിണ്ടാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പം മിണ്ടുമ്പോൾ അത് ശരി, ഇത്രയും കാലം മിണ്ടായിരുന്നു, ഇപ്പം മിണ്ടുന്നത് അവന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് ആത്മാർത്ഥം ഉണ്ടായിട്ടല്ല. സത്യമല്ലേ? ജനത്തിന് സാമാന്യ ബുദ്ധിയുണ്ടെന്ന്. അല്ല, ഇത് സുരേഷ് ഗോപിയെ ഈ വിവാദം സഹായിക്കുമോ? കണ്ടു തന്നെ അറിയണം. സഹായിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഈ ഒരു പ്രതികരണം തൃശ്ശൂർ പോരായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇയാളെ ശാസിച്ച് കഴിയുമ്പോഴെങ്കിലും അത് പോരാന്ന് പറയുക ചെയ്യുക. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, പറയും ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സത്യം, ഒരുപാട് പേര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ റീച്ച് ഇതൊക്കെ ഉണ്ടാവാം. 10,000 പേര് ഫേസ്ബുക്ക്, 2,000 പേര് ഷെയർ ചെയ്തു, കാര്യമൊക്കെ ശരി. ഗ്രൗണ്ട് ലെവലിൽ എന്ത് ചെയ്തു നിങ്ങൾ? ആ ഒരു ചോദ്യമുണ്ടല്ലോ. ഞാൻ പൊതുവേ ഭാരതീയ ജനതാ പാർട്ടിയിലെ പെൺസിംഹങ്ങൾ ആയിട്ടാണ് ഞാൻ മഹിളാ മോർച്ചയെ കാണുന്നത്.
അവരുടെ പ്രതികരണം പോലും ഈ കാര്യത്തിൽ പോരാതെ വന്നെന്നാണ് എൻ്റെ പരാതി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പ്രതികരിക്കുമെന്ന്. അതെന്തുകൊണ്ടാവും? പ്രതികരിക്കുന്ന സ്വഭാവം ഹിന്ദുവിന് കുറവാണ്. അതുകൊണ്ട് അത് BJPയും ഗ്രസിച്ചിട്ടുണ്ട്. സ്വാഭാവികം. ഹിന്ദുക്കൾ ഭൂരിഭാഗം ഹിന്ദുക്കളുള്ളൊരു പാർട്ടിയാണ് BJP. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഈ ഉറക്കം തൂങ്ങിയ സ്വഭാവം ഉള്ള അതേ ആൾക്കാരാണ് BJPയിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ BJPക്ക് മാത്രമായിട്ടൊരു ശൗര്യം ഉണ്ടാവുക ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതിന് മുമ്പ് സുരേഷ് ഗോപിയെ ഒന്ന് ഉപദ്രവിച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാവുമെന്ന് കരുതുന്നത് സുരേഷ് ഗോപിയെ സഹായികളായിട്ട് ഇനി അവർ ഈ കേസും പറഞ്ഞ് സുരേഷ് ഗോപിയെ തൊട്ടാൽ സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനം ഒരു 15% വർദ്ധിക്കും. ഈ കാര്യം പറഞ്ഞ് ഇനി ആ മനുഷ്യനെ തൊട്ടാൽ അത്രയ്ക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഇതിനോടുള്ള വെറുപ്പ്. അതിനുള്ള ബുദ്ധി ഈ ഇടതുപക്ഷത്തിനുണ്ടാവുമോ? ഇടതുപക്ഷം ഇപ്പോൾ റെക്ലെസ്സായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം നിവൃത്തിയില്ലാതെ എന്തും ചെയ്യും. എന്ത് തരത്തിലാണ് എന്ത് ചെയ്യും. ഇപ്പം ഈ നമ്മുടെ കേന്ദ്ര ബജറ്റ് നോക്കിക്കോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റാണ്. ഏത് സർക്കാർ കുറേ സൗജന്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. മോദി കൊടുത്തില്ല. മോദി ഒരു സാധാരണ ബജറ്റാക്കി. അതെ അതെ അതെ. ജൂലൈയിൽ ഫുൾ ബജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കും, ചെയ്യാനുള്ളത് ചെയ്യാം. പിണറായി വിജയനാണെങ്കിലോ എത്ര പെൻഷൻ എന്തെല്ലാം കൂട്ടും കുറയ്ക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമോ ഇല്ലെന്നൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് പ്രഖ്യാപിച്ചോടാന്ന് പറയും. മോദിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ വരുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ പെരുമാറി. അല്ലെങ്കിൽ കുറേ സൗജന്യം കൊടുത്ത് ഒന്നുമില്ലെങ്കിലും ഇൻകം ടാക്സിൻ്റെ ലിമിറ്റ് കൂട്ടി മിഡിൽ ക്ലാസ്സിനെ ഒന്ന് ഹാപ്പി. എല്ലാവരും അത് പ്രതീക്ഷിച്ചു. ഇങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട് മിഡിൽ ക്ലാസ്സിനെ ഹാപ്പിയാക്കാനായിട്ട്. അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കണ്ടോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാൾ ഇതൊക്കെ ചെയ്യുന്നു. വേണ്ടപ്പം ഇതൊന്നുമില്ലാതെ ഈ ഫ്രീ ബീസ് ഒന്നും കൊടുക്കാതെ തിരഞ്ഞെടുപ്പ് ജയിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും BPL കാർഡുകാർക്ക് മുഴുവൻ ഓരോ ടെലിവിഷൻ ചെയ്തില്ല. ഇവരാണെങ്കിൽ ചെയ്യും. അതെ അതെ. കേജ്രിവാൾ ചെയ്യും, സ്റ്റാലിൻ ചെയ്യും, പിണറായി വിജയൻ ചെയ്യും, ഒക്കെ ചെയ്യും. ബട്ട് ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കണം. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യില്ല എന്ന് വെച്ചാൽ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളിത് അവഗണിക്കുകയാണെന്ന് പറയണം. ഇതൊക്കെ ചെയ്യണം. അത് ചെയ്യുന്നതിൽ ഇപ്പുറത്തും ഒരു വീഴ്ചയുണ്ടായി. മറ്റവരുടെ പ്രതീക്ഷിച്ച് തന്നെയാണ് CPI ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നറിയാം. ഇവർ ബാലചന്ദ്രനെ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലും അവർ ബാലചന്ദ്രനെ ഫീൽ ചെയ്തെന്ന് വരും. ഒരു ധൈര്യത്തിന് കാണട്ടെ എന്താണ് എന്ത് ചെയ്യും എന്നറിയട്ടത്. ഇതൊക്കെ ഏതായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സുരേഷ് ഗോപിയെ തൊട്ടാൽ വിവരം അറിയും. സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.